നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിവുകൾ. പക്ഷേ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും PSC, SSC, UPSC അങ്ങനെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും അല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് മുൻ 10th പ്രിലിംസ് പരീക്ഷകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ്ണ പതാകയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്താണ്? സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഇന്ത്യയുടെ ദേശീയ പക്ഷിയോ? നമ്മുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ മൃഗം എന്താണ്? ദേശീയ മൃഗം കടുവയാണ്. ദേശീയ ഫലമോ? ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം എന്താണ്? മാങ്ങയാണ്. ദേശീയ പുഷ്പം താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. ദേശീയ ഗാനമോ? ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. ശ്രദ്ധിക്കുക, ദേശീയ ഗാനം. ദേശീയ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ കലണ്ടർ ഏതാണ്? നമ്മുടെ ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. ദേശീയ പൈതൃക ജീവിയാണ് ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ്. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ ജലജീവിയോ? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ദേശീയ വൃക്ഷം എന്താണ്? ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളാണ്. ദേശീയ പതാക ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ദേശീയ പക്ഷി മയിലാണ്. ദേശീയ മൃഗം കടുവയാണ്. പൈതൃക മൃഗമാണ് ആന. ദേശീയ മൃഗം കടുവയാണ്. പൈതൃക മൃഗം ആനയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ്. ദേശീയ പുഷ്പമോ? ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ദേശീയ മത്സ്യം ഐക്കൂറയാണ് കേട്ടോ. ദേശീയ മത്സ്യം ഏതാണ്? ഐക്കൂറയാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം. ഇവിടെ ഒന്ന് നോക്കിക്കേ, തൊട്ടു മുൻപ് നമ്മൾ പറഞ്ഞു ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ദേശീയ മത്സ്യം ഐക്കൂറയാണ്. ദേശീയ നദി ഗംഗാ നദിയാണ്. ദേശീയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ദേശീയ പാനീയമോ? ഇന്ത്യയുടെ ദേശീയ പാനീയമാണ് ചായ. ഇന്ത്യയുടെ ദേശീയ പാനീയമാണ് ചായ. ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. അപ്പോൾ എന്താണ്? ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ദേശീയ മത്സ്യം ഐക്കൂറയാണ്. ദേശീയ നദി ഗംഗയാണ്. ദേശീയ പാനീയം ചായയാണ്. ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. ദേശീയ മുദ്രയോ? ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ പക്ഷി മയിലാണ്. ദേശീയ ഫലമാണ് മാങ്ങ. ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗീതമാണ് വന്ദേ മാതരം.
ദേശീയ കലണ്ടറോ ശകവർഷ കലണ്ടറാണ്. ദേശീയ പൈതൃക ജീവിയാണ് ആന. ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ദേശീയ വൃക്ഷമാണ് പേരാല്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ നോക്കുന്നത്. ഒന്ന് ആവർത്തിച്ച് കേട്ടാൽ മാറിപ്പോവില്ല. അറിയാവുന്നവർ വെറുതെ ഒരു റിവിഷനായിട്ട് മാത്രം കരുതുക. അറിയാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെച്ച് ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി അവർക്കൊക്കെ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക.